ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതിശക്തമായി 2 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. പോലീസിനോടും അധികൃതരോടും പൊതുജനങ്ങളോടും ഒക്കെ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം. ഒരു വശത്ത് ജനങ്ങളെ എടാ പോടാ വിളിക്കാതെയും തെറി പറയാതെയും പോലീസിന് പ്രവർത്തിക്കാൻ അറിയില്ലേ എന്ന് വടിയെടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. മറുവശത്ത് മഴ ഉച്ചിയിൽ നിൽക്കുമ്പോഴാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ വിമർശനവുമായി ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി അതിശക്തമായി 2 വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പോലീസിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം ഒരു വശത്ത്, മറുവശത്ത് മഴ ഉച്ചിയിൽ നിൽക്കുമ്പോഴാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിലുണ്ടായ വെള്ളക്കെട്ടിൽ അധികൃതർക്കും പൊതുജനങ്ങൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. കഴിഞ്ഞ തവണ കാനകൾ ശുചീകരിച്ചതുപോലെ ഇത്തവണയും ഉണ്ടാകുമെന്നാണ് കരുതിയതെന്നും ഇത്തവണ അതുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പൊതുജനങ്ങളുടെ സഹകരണം വേണമെന്നും ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കാനകളിൽ നിന്നും നീക്കം ചെയ്യുന്നതെന്നും ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം ഇടപ്പള്ളി തോട് ശുചീകരിക്കുന്നതിൽ ഇറിഗേഷൻ വകുപ്പിനുണ്ടായ വീഴ്ച മൂലമാണ് കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടുണ്ടായതെന്നും അമിക്കസ് ക്യൂറി അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യമുണ്ടായിരുന്നു. ആലുവ ഇടപ്പള്ളി റോഡിലും സഹോദരൻ അയ്യപ്പൻ റോഡിലും വെള്ളം കയറി. കാനകൾ വൃത്തിയാക്കാത്തതിനാൽ പലയിടത്തും വെള്ളം ഒഴുകിപ്പോയിരുന്നില്ല. അതേസമയം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലവർഷക്കാറ്റിന്റെ സ്വാധീനമുള്ളതിനാൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉച്ചയ്ക്ക് പ്രഖ്യാപിച്ച മുന്നറിയിപ്പിലാണ് പുതിയ വിവരം. അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ. ജനങ്ങളെ എടാ പോടാ വിളിക്കാതെയും തെറി പറയാതെയും പോലീസിന് പ്രവർത്തിക്കാൻ അറിയില്ലേ എന്ന് വടിയെടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. ജനങ്ങളെ എടാ പോടാ വിളിക്കാതെയും തെറി പറയാതെയും മോശം വാക്കുകൾ ഉപയോഗിക്കാതെയും പോലീസിന് പ്രവർത്തിക്കാൻ അറിയില്ലേ എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകരോട് അപമര്യാദയായി പെരുമാറിയ കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം. മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ആരാണ് പോലീസിനോട് പറഞ്ഞത്? മേലുദ്യോഗസ്ഥരെ അത്തരം വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കാൻ പോലീസ് തയ്യാറാകുമോ? വിളിച്ചാൽ വിവരം അറിയും. അധികാരമില്ലാത്ത ജനങ്ങളോട് ഇത്തരം കാര്യങ്ങളാവാമെന്ന് കരുതരുത്. ഈ അധികാരം എല്ലാ കാലത്തും നിലനിൽക്കുമെന്നും കരുതരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട ഇതുവരെയുണ്ടായിട്ടുള്ള നടപടികൾ അറിയിക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. അടുത്തിടെ ഉണ്ടായ ചില സംഭവങ്ങളും പോലീസിന് ഭൂഷണമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വാദം കേട്ടത്. ജനങ്ങളാണ് തങ്ങളുടെ യജമാനർ എന്ന് പോലീസിന് ബോധ്യമുണ്ടാകണം. ഇതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. അതിനെ മാനിച്ചേ മതിയാകൂ. രാജ്യം സ്വതന്ത്രമായി 75 വർഷം കഴിഞ്ഞിട്ടും കൊളോണിയൽ മനോഭാവം മാറിയില്ല എന്നത് ശരിയല്ല. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരെതിരെയല്ല താൻ സംസാരിക്കുന്നതെന്നും സംസ്ഥാന പോലീസിലെ ഭൂരിഭാഗം പേരും നല്ലവരാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഇതിനിടെ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സത്യവാങ്മൂലത്തിൽ പോലീസ് നടപടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നത് ജോലി തടസ്സപ്പെടുത്തുന്നതാണ് എന്ന വാദത്തെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചു. തങ്ങളുടെ നടപടികളൊന്നും റെക്കോർഡ് ചെയ്യരുത് എന്നാണ് പോലീസ് പറയുന്നതെന്ന് കോടതി ആരാഞ്ഞു. പോലീസിന് നിയമം അറിയില്ലേ? പോലീസിന് തങ്ങളുടെ നടപടിക്രമങ്ങളൊന്നും ഒളിച്ചു വെക്കേണ്ടതില്ല. ഒരു പോലീസ് നടപടി റെക്കോർഡ് ചെയ്താൽ അത് ജോലിയെ തടസ്സപ്പെടുത്തുമെന്ന് പറയുന്ന പോലീസുകാരെ തിരികെ നിയമം പഠിപ്പിക്കാൻ വിടുകയാണ് വേണ്ടത്. ആധുനിക രാജ്യങ്ങളിലൊക്കെ എല്ലാ നടപടികളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അത് സുതാര്യതയ്ക്ക് വേണ്ടിയാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ജനങ്ങൾ പേടിയോടുകൂടി പോലീസിനെയും പോലീസ് സ്റ്റേഷനെയും സമീപിക്കുന്ന സാഹചര്യം മാറണം. സ്ത്രീകളും കുട്ടികളും ഒക്കെ പേടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ? ഭീതിയുടെ അന്തരീക്ഷം മാറ്റണം. പോലീസുകാർ സംസ്കാരത്തോടും മര്യാദയോടും കൂടി പെരുമാറണമെന്ന് DGP സർക്കുലർ ഇറക്കിയ കാര്യം പോലും അറിയില്ല എന്നുണ്ടോ? അതോ അതനുസരിക്കാൻ വിസമ്മതിക്കുമെന്നാണോ? അത്തരം സാഹചര്യങ്ങളിൽ ഒരു പോലീസ് മേധാവിക്ക് എങ്ങനെയാണ് ആ സ്ഥാനത്തിരിക്കാൻ പറ്റുന്നത്? അദ്ദേഹം ഉചിതമായ രീതിയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പോലീസിനുള്ളിലെ ചിലർക്കെങ്കിലും സാധിക്കുന്നില്ല എന്നാണോ? രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനകളിലൊന്നാണ് കേരളത്തിലേത് എന്നതിൽ സംശയമില്ല. എന്നാൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ളതാണ് പോലീസ് എന്നത് മനസ്സിലാക്കണം. അവരെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് എടാ പോടാ വിളിക്കുന്നത്. സംസ്കാരവും മര്യാദയുമുള്ള ആധുനിക പോലീസ് സേനയായി മാറണമെന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിശദീകരിച്ചു. പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ആരാഞ്ഞിരുന്നു.